ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ കിയ അവരുടെ പുതിയ ജനറേഷൻ, അതായത് സെക്കൻഡ് ജനറേഷൻ സെൽറ്റോസുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ വ്യത്യാസമുണ്ട്, പ്ലാറ്റ്ഫോം അടക്കം മാറിയിട്ടുണ്ട്. നേരത്തെ K2 പ്ലാറ്റ്ഫോം ആയിരുന്നു, ഈ വണ്ടി ഇപ്പോൾ K3 പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ വലിയ പ്ലാറ്റ്ഫോമാണ്, സൈസ് കൂടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വണ്ടി കഴിഞ്ഞ ദിവസമല്ല ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നതെന്ന്. വളരെ ശരിയാണ്, 2 വർഷം മുന്നെയാണ് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അവർ ഇതിൻ്റെ പുതിയ ജനറേഷൻ അപ്ഡേറ്റും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ലോഞ്ച് ആയിട്ടില്ല, ഗ്ലോബൽ ഇവൻ്റ് ആയിരുന്നു. എന്തായാലും ഈ ഗ്ലോബൽ ഇന്ത്യ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കും ഈ വണ്ടി ഇവിടുത്തെ മോഡൽ ഇവിടെ തന്നെ കാണാൻ പറ്റി. ഇത് പക്ഷേ ഇപ്പോൾ ലോഞ്ച് ആയിട്ടില്ല, ലോഞ്ച് ആവുന്ന ജാനുവരി 2 ഉണ്ടാവുള്ളൂ 2026. പക്ഷേ ബുക്കിംഗ്സ് ഡിസംബർ 11 മുതൽ തുടങ്ങും. 25,000 രൂപ അടുത്താണ് അതിന് എമൗണ്ട് വരുന്നത്. എനിവേ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് പഴയ സെൽറ്റോസുമായിട്ട് ഈ വണ്ടിക്ക് ഒരു ബന്ധമില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഹെഡ്ലൈറ്റ്സ് വ്യത്യാസമുണ്ട്, ബമ്പർ വ്യത്യാസമുണ്ട്, ഗ്രില്ല് വ്യത്യാസമുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതിൽ എല്ലായിടത്തും നമുക്ക് വ്യത്യാസം തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു സെറോസ് ഇൻസ്പയർഡ് അല്ലെങ്കിൽ കിയയുടെ പുതിയ വണ്ടികളുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് പേർക്ക് പഴയ ഡിസൈൻ ആയിരിക്കും ഇഷ്ടം. അത് പൊതുവെ എല്ലാ പുതിയ വണ്ടി ഇറങ്ങുമ്പോഴും നമ്മളിപ്പോൾ പറയുന്നൊരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഏതായാലും DRLs സൈഡിലായിട്ട് വരുന്നുണ്ട്, അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്. പിന്നെ താഴത്ത് നമുക്ക് LED ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെയിൻ ലൈറ്റ്സും ഡെഫിനറ്റ്ലി LED തന്നെയാണ്. ആ ഗ്രില്ലും അതുപോലെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഒരു അറയും മൊത്തത്തിൽ എങ്ങനെ കമ്പൈൻ ആയിട്ട് പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയിലും നമുക്ക് 3 ട്രിം ലെവൽസ് ഉണ്ട്. നോർമൽ HT ലൈൻ ഉണ്ട്, GT ലൈൻ ഉണ്ട്, പിന്നെ നമ്മുടെ X ലൈൻ ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന X ലൈൻ ഈ ഒരു മാറ്റ് ഗ്രേ കളറിലാണ് കിട്ടുന്നത്. X ലൈൻ മോഡലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. അതുപോലെ ORVMസിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. സൈഡിൽ അഗൈൻ ORVMസിൻ്റെ താഴെ ക്യാമറ ആണ്, 360 ഡിഗ്രി ക്യാമറയ്ക്ക് ഉള്ളത്. അതുപോലെ നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്, ബാക്കിൽ ചെറിയൊരു സ്പോയിലർ ആണ്. മൊത്തം ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിംഗ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അത് പിന്നെ എക്സ്പെക്റ്റഡ് ആണല്ലോ. അതുപോലെ ഡോറിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു മേക്ക് ഓവർ സൈഡ് പ്രൊഫൈലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അലോയ്സിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ടോൺ അലോയ്സ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ X ലൈൻ ആയതുകൊണ്ടാണ് ഫുൾ ബ്ലാക്ക് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ ഡ്യുവൽ ടോൺ അലോയ്സ് ആണ്. നിങ്ങൾ ആദ്യത്തെ റെഡ് വണ്ടി ഉണ്ടല്ലോ, ഒരു ഫോട്ടോ അതിൻ്റെ അകത്തുണ്ടായിരുന്നതാണ്. 18 ഇഞ്ച് അലോയ് വീൽസ് ആണ്, 19 ഒന്നും ആക്കിയിട്ടില്ല. നമ്മുടെ പുതിയ സിയറയിൽ ടാറ്റ 19 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലുത്. പക്ഷേ ഇതും കുഴപ്പമില്ല, 215, 55 R18s ആണ് ടയർ സൈസ് വരുന്നത്. നേരത്തെ സെൽറ്റോസിലും സെയിം 18 ഇഞ്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട് വീൽസിൻ്റെ. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതും കൈൻഡ് ഓഫ് നമ്മുടെ പുതിയ ക്ലാവിസ്, സെറോസ് അല്ല ബട്ട് ക്ലാവിസ്, പിന്നെ മൊത്തത്തിലുള്ളൊരു മിക്സ് ആണ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു കൈൻഡ് ഓഫ് കുറച്ച് വിയേർഡായിട്ടുള്ള ടെയിൽ ലാംപ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഫോഗ് ലാംപ്സ് കൊടുത്ത പോലെ തന്നെ താഴത്തും നമ്മുടെ ബാക്കിൽ ഒരു കവറിൻ്റെ അവിടെയായിട്ട് റിഫ്ലക്ടേഴ്സും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിങ് തന്നെയാണ് നമുക്ക് ബാക്കിലും താഴത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ബാക്കിൻ്റെ ഒരു കേസ്. പിന്നെ ഓവറോൾ ഡയമെൻഷൻസിൽ നേരത്തെ പറഞ്ഞാൽ പ്ലാറ്റ്ഫോം മാറിയതിന് നല്ല വ്യത്യാസം വണ്ടിയിൽ വന്നിട്ടുണ്ട്. ലെങ്ത്ത് 95 mm ആണ് കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വണ്ടി, അതായത് ഏറ്റവും നീളം കൂടിയ വണ്ടി ഇതാണ്. 4460 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത്. ഈവൻ ഇതിൻ്റെ വിട്ടാണെങ്കിൽ പോലും 1830 mm ആണ്. സിയറയ്ക്ക് ഇതിനേക്കാൾ ലെങ്ത്ത് കുറവാണ്, പക്ഷേ വിട്ട് ഇപ്പോഴും സിയറയ്ക്ക് തന്നെയാണ് കൂടുതൽ. ഹൈറ്റ് നോർമൽ പഴയ സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10 mm കുറച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ വീൽ ബേസ് കൂടി. നമുക്കിപ്പോൾ ഇതിനകത്ത് 2690 mm ആണ് വീൽ ബേസ് കിട്ടുന്നത്. 80 mm ആണ് നോർമൽ സെൽറ്റോസ് വെച്ച് പഴയ സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയത്. ബട്ട് സ്റ്റിൽ സിയറയ്ക്ക് ഇപ്പോഴും ഇതിനകത്ത് വീൽ ബേസ് കൂടുതലാണ് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 447 ലിറ്റേഴ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 40:60 സ്പ്ലിറ്റ് ആണ്, ഒരു 60:40 സ്പ്ലിറ്റ് അങ്ങനെ പറയാം. സിയറ വെച്ച് നമുക്ക് 40:20:40 സ്പ്ലിറ്റ് ആയിരുന്നു, അത് ഇതിൻ്റെ അകത്തില്ല. പിന്നെ പാസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റ്, അതായത് പവർ ടെയിൽ ഗേറ്റും പരിപാടികളൊന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിലും ഇത് ബിഗർ ബെറ്റർ എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. വലിപ്പം എന്തായാലും ക്യാബിനിൽ കുറച്ച് വിട്ട് കൂടി തന്നെ കാണാനുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ലേഔട്ട് ഡെഫിനറ്റ്ലി ഒരു മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇത് X ലൈൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ പച്ചയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ വരുന്നത്. അതായത് നമ്മുടെ നോർമൽ HTX മോഡൽസിലേക്ക് അല്ലെങ്കിൽ ടെക് ലൈനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചൊരു ബേജ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. GT ലൈൻ ആണെങ്കിൽ മൊത്തം ബ്ലാക്ക് ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നോർമലി അവർ കൊടുത്തിരുന്ന സംഭവം തന്നെ. പക്ഷേ ഓവറോൾ ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ EV6ഉം അതുപോലെ സെറോസും ക്ലാവിസും എല്ലാം കൂടെ എടുത്ത് കുഴച്ചിട്ടുള്ള നല്ലൊരു മിക്സ് ആയിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ കാണാൻ രസമുണ്ട്. പിന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പച്ച കളർ കാണുന്നതെല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. സ്റ്റിയറിംഗ് വീൽ മാറിയിട്ടുണ്ട്. നമുക്ക് EV6ൻ്റെ GT മോഡൽസിലും EV6ലും ഒക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡ് ആണ്. അതുപോലെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പച്ച കളർ ഫിനിഷ് കാണാം. സോ ഡ്യുവൽ ടോൺ ആണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം നോർമൽ അതായത് ടെക് ലൈൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സ്റ്റിയറിംഗിൽ നമുക്ക് ബേജ് ഇൻസേർട്സും കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്രൈവ് മോഡ് സെലക്ടർ, ട്രാക്ഷൻ മോഡ് സെലക്ടർ അതെല്ലാം സ്റ്റിയറിംഗിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നോർമലി വരുന്ന ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾസ് അതൊക്കെ ഉണ്ട്. അതിന് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ 12.3 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. അതിന് പുറമെ ഇതിൻ്റെ രണ്ടിന് നടുവിലായിട്ട് 5 ഇഞ്ചിൻ്റെ നമ്മുടെ ഒരു HVAC കൺട്രോൾസ്, അതായത് ഓട്ടോ AC കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യും, ഫിസിക്കലായിട്ട് കൺട്രോൾ ചെയ്യാൻ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസും അവൈലബിൾ ആണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് നമുക്ക് ഫ്രണ്ടിൽ 2 വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ ഡ്യുവൽ സോൺ AC ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. ഗിയറിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാം വയർലെസ് ചാർജിങ് പാഡ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്ച്വലി നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ പ്ലേസ്മെൻറ്റ് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ ഹാൻഡിൽസിൻ്റെ സൈഡിലായിട്ടാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, അതിന് മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സീറ്റിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആൻഡ് ഇതിൻ്റെ സെൻറ്റർ കൺസോൾ നിങ്ങൾക്ക് കാണാം. ഇലക്ട്രിക് വണ്ടിയിൽ ഇത്രയും വലിയ കൺസോൾ ഉണ്ടാവില്ല. ഇതിൻ്റെ EV വരാനുള്ള സാധ്യതയുണ്ട്. ക്രെറ്റ ഇലക്ട്രിക് നമുക്കിപ്പോൾ കിട്ടുന്നതുകൊണ്ട്. പക്ഷേ ക്രെറ്റ ഇലക്ട്രിക് തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, കാരണം അത് K2 പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ്, ഇത് K3 ആണ്. ആൻഡ് സോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളുടെ കിടപ്പ്. ഇനി റിയർ സീറ്റ്സ് ഓർ ഈവൻ ഫ്രണ്ട് സീറ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഈ ഒരു ഡിസൈനാണ് ഫ്രണ്ട് സീറ്റ്സിൽ അവർ കൊടുത്തിരിക്കുന്നത്. നല്ല യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഞാൻ ഇത്രയും അഗ്രസീവായിട്ടുള്ളൊരു സ്പോർട്ടി ഡിസൈൻ പ്രതീക്ഷിച്ചില്ല. സീറ്റിൽ നമുക്ക് ബാക്കിലൊരു പ്ലാസ്റ്റിക് ഫിനിഷ് പോലെയൊക്കെ ടോപ്പ് പോർഷനിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ നോർമൽ ലെതർ ഫിനിഷ് തന്നെയാണ്. ബാക്ക് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിയർ സീറ്റിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. 3 അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ഉണ്ട്, 3 3-point സീറ്റ് ബെൽറ്റ് ഉണ്ട്. പിന്നെ ലെഗ് റൂമിൽ ലെങ്ത്ത് കൂടിയതിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള അങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഒന്നും പറയാനില്ലാന്ന് തോന്നുന്നു. ഏതായാലും അതാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഒരു സീറ്റിംഗ് എക്സ്പീരിയൻസ് വരുന്നത്. എനിക്ക് ഫ്രണ്ട് സീറ്റ്സിൻ്റെ ഡിസൈൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ഹെഡ്റെസ്റ്റ് അതിൻ്റെ നടുവിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ സെപ്പറേറ്റ് ആ സാധനം, പിന്നെ പ്ലാസ്റ്റിക് എലമെൻസും എല്ലാം കൂടെ നല്ല പ്രീമിയം ലുക്കുണ്ട്, ഓർ ലക്ഷറി ലുക്കുണ്ട്. ഇനി സൺറൂഫിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പാനോറാമിക് സൺറൂഫ് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. തുറക്കാൻ പറ്റും, ജസ്റ്റ് ഗ്ലാസ് റൂഫ് അല്ല. സോ അഗെയിൻ അതും അത്യാവശ്യം നല്ലതാണ്. ഈ വണ്ടിയുടെ തന്നെ ഇൻ്റർനാഷണൽ മോഡൽ ഏകദേശം ഈ ഒരു ലുക്കുള്ള ഡാഷ്ബോർഡും കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്കും ഈ ഒരു സ്റ്റിയറിംഗ് വീല് വരില്ലെങ്കിലും കൈൻഡ് ഓഫ് ഇതുപോലത്തെ ലുക്കൊക്കെ വരുമായിരിക്കും. ഈ വണ്ടിയുടെ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള വെർഷൻസൊക്കെ എനിക്ക് ഇറക്കുകയാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് വീല് കൊടുത്തേക്കാം. ആൻഡ് ഈവൻ നമുക്ക് താഴത്തെ വേരിയൻസിലൊക്കെ ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്. എനിവേ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിന് ഇൻറ്റീരിയേഴ്സിനെ പറ്റിയൊക്കെ പറയാൻ പറ്റുന്നത്. ബൈ ദ വേ ഇതിനകത്ത് HUD അവൈലബിൾ ആണ് എക്സ് മോഡൽസിൽ, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കെട്ടിക്കൊണ്ടിരുന്ന HT ഓപ്ഷണൽ, പിന്നെ HTK ഓപ്ഷണൽ, HTX A അങ്ങനത്തെ വേരിയൻസ് വരുന്നുണ്ട്. പിന്നെ GT ലൈനിൽ നമുക്ക് നോർമൽ GTX ഉണ്ട്, GTX A ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, X ലൈൻ ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വേരിയൻസ്. ഇനി എഞ്ചിൻ ഓപ്ഷൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ ആക്ച്വലി പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും അവർ കൊടുത്തിട്ടില്ല. നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടുന്ന ആ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് ഈ വണ്ടിയിലും വരുന്നത്. അതായത് ഓൾറെഡി എനിക്കറിയാം 1.5 NA പെട്രോൾ ഉണ്ട്, അതാണ് ബേസിക്കായിട്ട് വരുന്നത്. 115 PS 144 ടോർക്കും, 6 സ്പീഡ് മാനുവൽ, അതുപോലെ തന്നെ IVT എന്ന് പറയുന്ന അവരുടെ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. പിന്നെ വരുന്ന നമ്മുടെ 1.5 ടർബോ ഡീസലാണ്, 116 PS പവർ, 250 Nm ടോർക്ക്, 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലാണ് അത് കിട്ടുന്നത്. പിന്നെ വരുന്ന 1.5 TGDA ടർബോ പെട്രോൾ എഞ്ചിനാണ്, 160 PS 253 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഉണ്ട്, അതിൻ്റെ കൂടെ 6 സ്പീഡ് IMT ട്രാൻസ്മിഷനാണ്. ഒരു കാലത്ത് ഇവർ IMT ട്രാൻസ്മിഷൻ എടുത്ത് കളഞ്ഞായിരുന്നു. എന്തിനാ തിരിച്ചു കൊണ്ടതെന്ന് അറിയില്ല. മര്യാദയ്ക്ക് ഈ ടർബോ പെട്രോളിൽ മാനുവൽ ട്രാൻസ്മിഷൻ, പ്രോപ്പർ മാനുവൽ കൊടുക്കുകയാണെങ്കിൽ ഈ എഞ്ചിൻ ഓടിക്കാൻ അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ ഈ മിഡിൽ ഗ്രൗണ്ട് ആയിട്ട് ചുമ്മാ IMT അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുത്തിക്കയറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. DCT കൊടുത്തു, അത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ കൂടെ മാനുവൽ കൊടുത്തുകൂടെ പ്രോപ്പറായിട്ട്? IMT കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി നിങ്ങൾക്ക് IMT കൊടുക്കണമെത്ര നിർബന്ധമാണെങ്കിൽ അത് ഡീസലിലോ എണ്ണയിലോ ഒക്കെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ ടർബോ പെട്രോൾ IMT കൊടുക്കാൻ അത് അത്ര സ്പോർട്ടി ആയിട്ടുള്ള ട്രാൻസ്മിഷനൊന്നും അല്ലല്ലോ. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റിയും പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ഇതിനകത്ത് ലെവൽ 2 അഡ്വാൻസ്ഡ് അസിസ്റ്റൻസ് സിസ്റ്റം ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. പിന്നെ 6 എയർ ബാഗ്സ്, TPMS, ABS, TBD, ESP, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ 4 ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേയൊക്കെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് 6 എയർ ബാഗ്സും 4 ഡിസ്ക് ബ്രേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബേസിക് വേരിയൻസ് അവർ കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ വിട്ടുപോയ കുറച്ച് ഫീച്ചേഴ്സ്, 8 സ്പീക്കർ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ 64 കളേഴ്സ് ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. എക്സ്ട്രാ അല്ല, നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. ഇതിന് ഡെലിവറി തുടങ്ങാൻ പോകുന്നത് ജാനുവരി പകുതിയോട് കൂടിയൊക്കെ ആയിരിക്കും. ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ജാനുവരി 2-ാം തീയതിയാണ് ഇതിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത്. എത്രയായിരിക്കും പ്രൈസ് എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 11 to 12 lakhs ഇടയിൽ തുടങ്ങിയിട്ട് മാക്സിമം 20 to 21 lakhs വരെ പോകാനാണ് സാധ്യതയുള്ളത്. നോർമലി അതാണ് ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളുടെ പ്രൈസ്. അതിനിപ്പോൾ കൂടാനും കുറയാനൊന്നും സാധ്യതയില്ല. ഓൾമോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന പോലൊക്കെ തന്നെ ആയിരിക്കണം. ഇനി കൂടുകയാണെങ്കിൽ തന്നെ മാക്സിമം 50,000 1 lakhിനടുത്തൊക്കെ കൂടുള്ളൂ. അതും ബേസ് മോഡലിൽ കൂടാനുള്ള സാധ്യതയില്ല. എത്രയൊക്കെ വണ്ടി മാറ്റി എന്ന് പറഞ്ഞാലും ഏത് കമ്പനിക്കും ബേസ് മോഡലിൻ്റെ പ്രൈസ് കുറച്ച് കാണിക്കണമല്ലോ, എന്നാലല്ലേ ആൾക്കാർ വണ്ടി വാങ്ങുള്ളൂ. അങ്ങനൊരു പ്രശ്നമുണ്ട്.
ഇത് സിയറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ പ്രൈസിങ്ങും ലുക്ക് വൈസും സൈസ് വൈസും ലെങ്ത്തിൻ്റെ കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഇപ്പോഴും സിയറ തന്നെയാണ് ഏറ്റവും വലുത്. ഫീച്ചേഴ്സൊക്കെ പിന്നെ രണ്ടിലും അത്യാവശ്യം സിമിലർ ആണ്. കുറേയൊക്കെ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് അതിലുണ്ട്, കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഈ രണ്ടെണ്ണത്തിലും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻസിൽ പറയാം. ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ച് സൈസിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. ലെങ്ത്ത് സിയറയ്ക്ക് അധികം ഇല്ലെങ്കിലും ബാക്കിയെല്ലാം ഉണ്ട്. ഏതായാലും ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ പുതിയ സെൽറ്റോസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.